സംതൃപ്തമായ ജീവിതം, വിജയകരമായ ജീവിതം. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വിജയകരമായ ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതം വിജയിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ ജീവിതം വിജയകരമാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ വളരെയധികം വിജയിച്ച ഒരു മനുഷ്യനാണ്. എല്ലാ തലങ്ങളിലും വിജയിച്ചത്. അത് തൊഴിൽപരമായി വിജയിച്ചതാവാം, കഴിവുകളിൽ വിജയിച്ചതാവാം, അല്ലെങ്കിൽ സ്വന്തം ജീവിതം വിജയിച്ചതാവാം. എന്നാൽ സംതൃപ്തമായ ജീവിതം അതെന്താണ്? സംതൃപ്തി നൽകിയ ജീവിതം. ആദ്യത്തേത് വിജയകരമായ ജീവിതം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ, മറ്റുള്ളവരുടെ കാഴ്ചയിൽ എല്ലാം വിജയിച്ച ഒരാൾ. അത്തരത്തിൽ വിജയിച്ച ഒരാൾ ഒരുപക്ഷെ വളരെയധികം ദുഃഖിക്കുന്നുണ്ടാവാം. സ്വന്തം മനസ്സിൽ ഓരോ നിമിഷവും ദുഃഖിക്കുന്നുണ്ടാവാം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് സംതൃപ്തമായ ജീവിതം എന്ന് പറയുന്നത്. ആ സംതൃപ്തി അയാൾക്കുണ്ട്, മറ്റുള്ളവർക്ക് അല്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ തൃപ്തനാണ്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തമായ ജീവിതം വേണോ അതോ വിജയകരമായ ജീവിതം വേണോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് സംതൃപ്തമായ ജീവിതമല്ലേ വേണ്ടത്. നമുക്കല്ലേ തൃപ്തി വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ചയ്ക്ക് വിജയമായിട്ടുള്ള ഒരു ജീവിതം വേണം. സംതൃപ്തരാവണം. സംതൃപ്തരായാലല്ലേ നമുക്ക് ഈ ജീവിതം ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ സംതൃപ്തമായ ജീവിതമോ അതോ വിജയകരമായ ജീവിതമോ ഏതാ വേണ്ടത്? എന്നും സംതൃപ്തമായ ജീവിതം ഉണ്ടാവട്ടെ. എന്നും നല്ലത് വരട്ടെ, നല്ല ചിന്തകൾ വരട്ടെ. ജീവിതം നന്നായി മുന്നോട്ട് പോകട്ടെ.